നമ്മൾ മലയാളികളുടെ ചിന്താഗതി എന്തുമാത്രം മോശമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓരോ ദിവസം നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ്, മലയാളത്തിലുള്ള ഒരു യൂട്യൂബേഴ്സാണ്. ഒരു ഫാമിലി യൂട്യൂബേഴ്സാണ്. ഫാമിലി മൊത്തം കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവരൊക്കെയാണ്. നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോകുന്ന അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവർ വീഡിയോ ആയിട്ട് യൂട്യൂബിലൊക്കെ ഇടാറുള്ളത്. ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവരിട്ട വീഡിയോയുടെ താഴെ വന്ന് ഒരാൾ കമൻ്റ് ഇട്ടേക്കുവാണ്. ഈ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു സ്ത്രീയുടെ പേര് പ്രസിദ്ധ എന്നാണ്. പ്രസിദ്ധ ഉടനെ തന്നെ വിധവയായിട്ട്, അതുപോലെ തന്നെ മക്കൾക്ക് ഉടനെ തന്നെ അച്ഛനെ നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് ആ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് ഒരു വ്യക്തി ഇട്ടേക്കുവാണ്. ഇതുപോലത്തെ ഉള്ള ചിന്താഗതിയൊക്കെ എന്തുമാത്രം മോശമാണെന്നാണ് പറഞ്ഞത്. കാരണം ഒരാളുടെ കുടുംബത്തിൽ ഒരു നഷ്ടം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വേദനിക്കുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേയധികം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ബാക്കി നല്ലവരായിട്ടുള്ള കുറേ പേരുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള കുറേയധികം പേരുമുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെ ഇപ്പോൾ ഇതുപോലെ കമൻ്റ് ഇടാൻ എന്തുമാത്രം നാണോ ഇല്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഇത്, നിങ്ങളുടെ ഭർത്താവിനൊക്കെ ഇത് കണക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളും വിധവയൊക്കെ ആവത്തില്ല ആരാണെങ്കിലും. അല്ലെങ്കിൽ തിരിച്ച് ഭാര്യ നഷ്ടപ്പെട്ടാലോ? ഇതുപോലത്തെ ഉള്ള രീതിയിൽ കമൻസ് ഇടാൻ ഒരു കൂസലും ഇല്ലാതെ, അതും ഫേസൊന്നും ആരും അറിയത്തില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര ധൈര്യം കൊണ്ടാണെന്ന് തോന്നി ഇങ്ങനത്തുള്ള കമൻസും കാര്യങ്ങളും ഇടുന്നത്. അവരവരെ ജീവിതമൊക്കെ യൂട്യൂബ് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. അവർ നോർമലായിട്ട് ജീവിച്ചു പോകുന്നൊരു കുടുംബമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതുപോലത്തുള്ള കമൻസും കാര്യങ്ങളും ഇടുന്നതെന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ കുറേ അധികം പേര് യൂട്യൂബിലൊക്കെ വന്നിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ താഴെ വന്നിട്ട് കമൻസ് ഇടുന്നുണ്ട്. വളരെ മോശമായിട്ട് ഇടുന്നുണ്ട്. നമുക്കൊരാൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ആ വീഡിയോ കാണാതെ പോയാൽ പോരെ. അതിൻ്റെ താഴെ വന്ന് കമൻസ്, അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതാര് ചെയ്താലും അവരുടെയൊക്കെ വിചാരം ഫേസൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ആരാന്നൊന്നും അറിയാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരം കൊണ്ട് എന്തും ചെയ്യാമെന്നാണ്. വിചാരിച്ചു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ളവരാണ് ബാക്കിയുള്ള നല്ലവരായിട്ടുള്ളവരുടെ പേരും കൂടെ കളയാനുണ്ടായേക്കുന്നത്.